ഗൈസ് അങ്ങനെ ISL രണ്ട് ഗോൾ കീപ്പേഴ്സിൻ്റെ സൈനിങ് അനൗൺസ്മെൻറ്റ്സ് ആണ് ഇന്ന് വന്നിട്ടുള്ളത്. അതിൽ ഒന്ന് TP രഹനേഷ്. നമുക്കറിയാം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗോൾ കീപ്പറാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ISL കളിച്ചിട്ടുള്ള പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉടനീളം വേണ്ടി 200 മുകളിൽ മത്സരങ്ങൾ അല്ലെങ്കിൽ ISL മാത്രം 130 മുകളിൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ISL ഷീൽഡ് വിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്പർ ഓഫ് ക്ലീൻ ഷീറ്റിൻ്റെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ തന്നെയും ഏതാണ്ട് ടോപ്പ് 3 ലിസ്റ്റിലൊക്കെ ഉള്ള പ്ലെയറാണ് ഐ തിങ്ക്. സോ അങ്ങനത്തെ ഒരു പ്ലെയറെയാണ് മുംബൈ സിറ്റി FC സൈൻ ചെയ്യുന്നത്. ഇപ്പം അവരുടെ നവാസ് എന്ന് പറയുന്നിട്ടുള്ള ഗോൾ കീപ്പർ പോകുന്ന സാഹചര്യത്തിലാണ് രഹനേഷിനെ ടീമിലെത്തിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം നോർത്ത് ഈസ്റ്റിലായിരുന്നു ആദ്യം, അറിയാമല്ലോ. പിന്നീട് KBFC ഒരു സീസൺ, പിന്നെ JFCയിലോട്ട് പോവുകയൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം നല്ല ഫോമിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. JFC നോക്കിയാലും ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ മുംബൈയിലോട്ട് വരുന്നൊരു സമയത്ത് ഓൾറെഡി പൂബ ലച്ചംബ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയർ ഉണ്ട്. അപ്പം ലച്ചൻബയും രഹനേഷുമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. ആരായിരിക്കും പീറ്റർ കാക്കിയുടെ ഒരു നെക്സ്റ്റ് സീസണിലെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് വരിക എന്നുള്ളത് നോക്കി കാണണം. പൂബ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു എഡ്ജ് അവിടെ ഉണ്ട്. എങ്കിലും TP രഹനേഷ് വരും, കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കുകയില്ല. എന്താണെങ്കിലും ഒരു ലോങ് ടേം കോൺട്രാക്റ്റിലാണ് പറഞ്ഞല്ലോ താരത്തെ സൈൻ ചെയ്തിട്ടുള്ളത്. മറ്റൊരു ഗോൾ കീപ്പർ എന്ന് വെച്ചാൽ ലാറ ഷമ്മയാണ്. കഴിഞ്ഞ വർഷം KBFCയിലൊക്കെ ലോണിലുണ്ടായിരുന്ന പ്ലെയറാണ്. 24 വയസ്സുള്ള ഒരു പ്ലെയറാണ് അദ്ദേഹത്തെ ഗോവയാണ് സൈൻ ചെയ്യുന്നത്. സെയിം മൾട്ടിപ്പിൾ ഇയർ കോൺട്രാക്റ്റിലാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സിൽ കഴിഞ്ഞ വർഷം സച്ചിൻ സുരേഷിന് ഇഞ്ചറി പറ്റി. അത് കഴിഞ്ഞ് കരൺജിത്ത് കുറച്ച് മത്സരങ്ങളിൽ കളിച്ചിരുന്നു. അത് കഴിഞ്ഞ് കരൺജിത്തിൻ്റെ പെർഫോമൻസ് അത്രമേൽ വരാത്ത സമയത്താണ് ലാറ ഷമ്മ കളിക്കുന്നത്. അദ്ദേഹം കളിച്ചപ്പോഴൊക്കെ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അറിയാമല്ലോ, പ്ലേ ഓഫിൽ അദ്ദേഹത്തിന് ഇഞ്ചറി പറ്റി. അത് ഉറപ്പായിട്ടും ബ്ലാസ്റ്റേഴ്സിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കാര്യം വളരെ വലിയൊരു ഫാക്റ്റ് തന്നെയാണ് എന്നുള്ളതാണ്. ISL നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 8 മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസേ ഉള്ളൂ. പിന്നെ ഗോവയെ നോക്കിക്കഴിഞ്ഞാൽ ധീരജ് പോയി, അവിടെ അർഷദീപ് ഉണ്ട്. മിക്കവാറും മോസ്റ്റ് പ്രോബബ്ലി അർഷദീപിൻ്റെ ഒരു സെക്കൻഡ് ചോയ്സ് എന്ന നിലയിൽ, അല്ലെങ്കിൽ അർഷദീപ് ആയിരിക്കും ഫസ്റ്റ് ചോയ്സ് എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. പിന്നെ എനിക്ക് ആസ് എ KBFC ഫാൻ എന്ന നിലയിൽ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലാറ ഷമ്മ തിരിച്ച് ലോൺ കഴിഞ്ഞ് തിരിച്ച് പോകുമെന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ ഇങ്ങനൊരു ഓപ്ഷൻ, ഒരു ബൈ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് മുതലാക്കാമായിരുന്നു എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം നമുക്കിപ്പം ആകെ ISL എക്സ്പീരിയൻസ് ഉള്ള ഒരേ ഒരു ഗോൾ കീപ്പർ സച്ചിൻ സുരേഷാണ്. ഇപ്പം നോറ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയർ, അദ്ദേഹം I-ലീഗ് എക്സ്പീരിയൻസ് ഉള്ളതാണ്. സോംകുമാർ യങ് ആണ്. അദ്ദേഹം യൂറോപ്പിലൊക്കെ കളിച്ചിരുന്നു, പക്ഷേ ഇതുവരെ സീനിയർ ലെവൽ കാറ്റഗറിയിൽ കളിച്ചിരുന്നില്ല. അപ്പോൾ ലാറ ഷമ്മ ISL എക്സ്പീരിയൻസ്ഡ് ആണ്. സോ അദ്ദേഹമായിരുന്നു ഒരു ഓപ്ഷൻ എന്ന നിലയിൽ വെക്കേണ്ടിയിരുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം നന്നായിട്ട് പെർഫോം കൂടി ചെയ്തിട്ടുണ്ട്. അപ്പം അത് യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻസ് എന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ സൈനിങ് ഓഫ്.